ഈ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ വി ഡി സതീശന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ലേ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ നേതൃത്വം വഹിച്ചത്? ലീഗിൽ അക്കാര്യത്തിൽ ലീഗിന് നിലപാടുണ്ട്? അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. ലീഗ് ആലോചിച്ചിട്ടുണ്ടോ അക്കാര്യം? ഇല്ല, ആർക്ക് പിന്തുണ നൽകണം? ഇല്ല. ഞങ്ങൾ UDF പിന്തുണ നൽകും. അത് കോൺഗ്രസിന്റെ തീരുമാനം ലീഗ് അംഗീകരിക്കും. ആരാ മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും. എന്താ സംശയം? അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷെ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഒരു പൊതു അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കാൻ കഴിയാതെ ഈ ചർച്ചയിലേക്ക് പോകുന്നവർക്ക് അതിലേക്ക് ഒരു സാങ്കത്യം എന്താണ് ലീഗ്? അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ചർച്ച നടത്തുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും. ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ മുമ്പിൽ ഒരു അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, എന്നെ കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അവിടെ പരിഗണിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ടും അതുണ്ടായിട്ടുണ്ട്. CH മേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറഞ്ഞത്, ന്യായീകരിക്കല്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പൊ അനാസ്വരത്തിലാണ്. ലീഗ് അതിന്റെ പ്രതിഷേധം അറിയിക്കോ? നേതൃത്വത്തെ അറിയിക്കോ? അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. ഈ പരസ്യ ചർച്ചകളിലേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച നേതൃത്വത്തിനിടയിൽ അവർ സമന്വയം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം? അല്ല, ചർച്ച വരുമ്പോഴല്ലേ സമന്വയം ഉണ്ടാവുക. അതൊക്കെ ഉണ്ടായിക്കോളും. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് KC വേണുഗോപാലിന്റെ ഏറ്റവും വലിയ അനുയായി പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. അതൊരു അനവസരത്തിലായോ? മലപ്പുറം ജില്ലയിലെയും പുറത്തുമുള്ള കോൺഗ്രസിന്റെയും UDF ഇതര ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പാണക്കാട്ടും കുഞ്ഞാലി സാഹിബിന്റെ അടുത്തും ഇടയ്ക്കിടെ വന്ന് സൗഹൃദം പങ്കിടൽ സാധാരണയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ വി ഡി സതീശന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ലേ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ നേതൃത്വം വഹിച്ചത്? ലീഗിൽ അക്കാര്യത്തിൽ ലീഗിന് നിലപാടുണ്ട്? അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. ലീഗ് ആലോചിച്ചിട്ടുണ്ടോ അക്കാര്യം? ഇല്ല, ആർക്ക് പിന്തുണ നൽകണം? ഇല്ല. ഞങ്ങൾ UDF പിന്തുണ നൽകും. അത് കോൺഗ്രസിന്റെ തീരുമാനം ലീഗ് അംഗീകരിക്കും. ആരാ മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും. എന്താ സംശയം? ലീഗിന് അക്കാര്യത്തിൽ അഭിപ്രായം വേറെ ഉണ്ടാവില്ല. ഇല്ലെന്ന് UDF പൊതു അഭിപ്രായമായിട്ടാണ് ഇത് വരിക. ആ അഭിപ്രായത്തോടൊപ്പം ലീഗ് നിൽക്കും. ലീഗിനായിട്ട് വലിയ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടടക്കം ഇത്തരത്തിൽ ഈ വിവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അത്തരം ചർച്ചകൾ പൊതു രംഗത്തിടുന്നത് ശരിയല്ല. അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും, അവർക്ക് നൈരാശ്യം ഉണ്ടാകും. ആ കാര്യം നേതാക്കന്മാർ ശ്രദ്ധിക്കണം. കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അറിയില്ലോ എല്ലാവരും. ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടോ? നിങ്ങളെ അറിയിച്ചാൽ പോലെ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് നിങ്ങളല്ലേ.